ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് PixelLabൽ എങ്ങനെയാണ് നമുക്ക് കസ്റ്റം ഫോണ്ടുകൾ ആഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള ഫോണ്ടുകൾ അങ്ങനെ PixelLabൽ ആഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഷെയർ ബട്ടണും ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്തും കൊടുക്കുക. ഷെയർ നിങ്ങൾ വീഡിയോക്ക് അവസാനം ചെയ്താൽ മതി. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ നോക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് PixelLab, ഒന്ന് Z0. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യുമെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത് പിന്നെ നിങ്ങൾക്കൊരു വെബ്സൈറ്റും കൂടി ആവശ്യമുണ്ട്. അതായത് dfont.com എന്നാണ്. ആ ഫോണ്ടിലൂടെയാണ് നമ്മൾ ഈ ഫോൺസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ആ dfont എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാണ്. സിമ്പിൾ ഇൻ്റർഫേസാണ് നിങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് dfont ഇൻ്റർഫേസ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ ഏത് ഇത് കൊടുത്താലും നിങ്ങൾക്ക് ഒരുപാട് ഫോൺസ് കിട്ടും. നോക്കിക്കോ, ഇപ്പോൾ ഞാൻ ഒരു ഇത് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലോഡിംഗ് ആയിട്ട് വന്നത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊന്ന് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് ഡൗൺലോഡ് ബട്ടൺ കാണാം. ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ആ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ആകും. ഒരു സിപ്പ് ഫയൽ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആകുന്നതായിരിക്കും. എൻ്റെ ഇതിൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് Z നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കി ആ Z ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾ ആ ഡൗൺലോഡ് ചെയ്ത ആ സിപ്പ് ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. ഓക്കെ, അതൊന്ന് ആഡ് ചെയ്തിട്ട് ശേഷം ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏതിലേക്കാണോ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫോൺസ് വേണ്ടിയൊരു ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു ഫോൺസ് വേണ്ടിയൊരു ഫോൾഡർ ഉണ്ടാക്കണം. എന്നിട്ട് ഇതിലേക്കാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. ഫോൾഡർ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. .ttf എന്നൊരു ഫയൽ കാണാം. അതാണ് നിങ്ങളുടെ ഫോണ്ടിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ അതിൽ നിങ്ങൾ ഫോണ്ട് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കണം. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫോൾഡർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ന്യൂ ഫോൾഡർ എന്ന് കാണാം. ഇനി നിങ്ങൾ അതിൽ ഫോൺസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് .ttf ഓർ .otf എന്നൊക്കെ ഒരു ഫോർമാറ്റുള്ള ഒരു ഇത് വരും. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ PixelLab ഒന്ന് ഓപ്പൺ ആക്കുക. PixelLab ഓപ്പൺ ആക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റാണ് വേണ്ടത് ആ ടെക്സ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇനി അടിയിൽ A എന്ന ഓപ്ഷൻ കാണാം. അതായത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ളതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണ്ട് എന്ന് കാണാം. ഫോണ്ട് എന്നിൽ ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് എന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മൈ ഫോൺസ് എന്ന് കാണാം. മൈ ഫോൺസ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇത് 3 എണ്ണം ഞാൻ മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് ആ ഫോൾഡർ തുറന്നപ്പോൾ തന്നെ കാണാൻ സാധിക്കും. മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ആക്കിയത്. ഈ ഇഡോസ് എന്നുള്ളത് ഇപ്പോൾ ഡൗൺലോഡ് ആക്കിയതാണ്. കണ്ടോ, അപ്പോൾ ആ ഫോണ്ട് മാറി നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് ഫോൺ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുത്തേ എന്ന് ആശംസിക്കുന്നു. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമായിരിക്കും. ബൈ.